2.5 മണിക്കൂർ ഹാപ്പിയാകാം. ജീവിതത്തിൽ പല തടസ്സങ്ങളും ഉണ്ടാവാം. അതിനെ നേരിടാനുള്ള കരുത്താണ് നമുക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കി തരുന്ന സിനിമയാണ് ഹാപ്പി ജേണി. പേര് സൂചിപ്പിക്കും പോലെ തന്നെ മനസ്സിനെ ഹാപ്പിയാക്കുന്ന കൊച്ചു സിനിമയാണ് ബോബൻ സാമുവൽ പ്രേക്ഷകർക്കായി ഒരുക്കിയത്. സംവിധായകന്റെ പഴയ ചിത്രങ്ങളിൽ എന്ന പോലെ മികച്ച നർമ്മ മുഹൂർത്തങ്ങൾ ഹാപ്പി ജേണിയിലുമുണ്ട്. ലോകമറിയുന്ന ഒരു ക്രിക്കറ്ററാവാൻ കൊതിക്കുന്ന യുവാവിന്റെ കഥയാണ് സിനിമയുടെ ഇതിവൃത്തം. കുഞ്ഞുനാൾ മുതലേ ക്രിക്കറ്റ് എന്നാൽ അവന്റെ മതമാണ്. അമ്മയുടെ പിന്തുണയും കൂടി കിട്ടിയതോടെ അവൻ ക്രിക്കറ്റിനായി ജീവിതം മാറ്റിവെക്കുന്നു. സന്തോഷത്തിനിടെ എത്തുന്ന ഒരു ദുരന്തം അവന്റെ ക്രിക്കറ്റ് സ്വപ്നങ്ങളെ തകർത്തെറിയുന്നു. ആ ദുരന്തത്തിൽ അവന് കാഴ്ചശക്തി നഷ്ടപ്പെടുന്നു. അന്ധനായ ക്രിക്കറ്ററുടെ വേഷം സിനിമയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് ജയസൂര്യയാണ്. ആരോൺ എന്ന കഥാപാത്രത്തെ ജയസൂര്യ ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്നു. ആരോണിനെ ചുറ്റിപ്പറ്റിയാണ് സിനിമ വികസിക്കുന്നത്. അവന്റെ ജീവിതത്തിലുണ്ടാവുന്ന സുഖദുഃഖങ്ങളിലൂടെ സിനിമ കടന്നുപോകുന്നു. സിനിമയുടെ 3/4 ഭാഗവും ഫ്ലാഷ് ബാക്കാണ്. ഒരു ബസ് യാത്രക്കിടയിൽ പരിചയപ്പെടുന്ന നായികയോട് തന്റെ ജീവിതം വിവരിക്കുകയാണ് നായകൻ. നായിക സിയായി എത്തുന്നത് അപർണ ഗോപിനാഥാണ്. 5-6 സീനുകളിൽ മാത്രം എത്തുന്ന നായികയ്ക്ക് സിനിമയിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ ആരോണിന്റെ കൈപ്പേറിയ ജീവിതം പുറംലോകം അറിയുന്നത് സിയയിലൂടെയാണ്. സിയുടെ ഒരു പുസ്തകത്തിലൂടെ ആരോണിനെ സമൂഹം തിരിച്ചറിയുന്നു. ഒടുവിൽ ആരോണിന്റെ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെടുന്നതോടെ സിനിമ പൂർണ്ണമാകുന്നു. അമ്മ ആലീസും ലെന ആരോണും തമ്മിലുള്ള ചില രംഗങ്ങൾ ഇഴച്ചിലുണ്ടാക്കുന്നു. ആരോണിന്റെ കൂട്ടുകാരനായ ഫ്രെഡി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ബാലുവാണ് സിനിമയിലെ ചിരിപ്പടക്കം. തനിക്ക് സിനിമയിൽ ഇനി പലതും തെളിയിക്കാനുണ്ട് എന്ന് ഹാപ്പി ജേണിയിലൂടെ വ്യക്തമാക്കുകയാണ് ബാലു. കണിശക്കാരനായ കോച്ചിന്റെ വേഷത്തിലെത്തിയ ലാൽ സിനിമയുടെ 3/4 ഭാഗവും സ്ക്രീനിൽ നിറഞ്ഞു നിന്നു. തന്റെ കഥാപാത്രത്തെ ലാൽ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. പാട്ടുകളും പശ്ചാത്തല സംഗീതവും പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ല. ഡയലോഗ് ഇല്ലാത്ത 25% സീനുകളുള്ളപ്പോൾ പശ്ചാത്തല സംഗീതം അല്പം കൂടി മെച്ചപ്പെടുത്തേണ്ടതായിരുന്നു. സീനുകൾ ഭംഗിയായി ഒപ്പിയെടുത്ത മഹേഷ് രാജിന്റെ ക്യാമറ മികവാണ് സിനിമയുടെ ഹൈലൈറ്റ്. അരുൺലാലിന്റെ തിരക്കഥയിൽ അല്പം ചില പാളിച്ചകൾ തോന്നാമെങ്കിലും സംവിധായകന്റെ മികവ് അതിനെയെല്ലാം ചുഴറ്റിയെറിഞ്ഞു എന്ന് വേണം പറയാൻ. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ക്ലിപ്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.